The Trip of Lehola by Gedu Mopasang. Important questions of this lesson are travel essay, live TV report of Lehola's takeoff, Lehola's landing, character sketch of Captain Jovis, and a narration. Answers of the first three questions were uploaded, and let's see the next two answers. Character sketch of Captain Jovis. മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ക്യാപ്റ്റൻ ജോയിസ്. വളരെ ഈസിയാണ്, കുറച്ച് പോയിൻറ്റ്സ് പഠിച്ചു വയ്ക്കുക. ക്യാപ്റ്റൻ ജോയിസ്, ദ റിമാർക്കബിൾ പ്രോഡിജി, ഈസ് ആൻ അഫബിൾ റിമാർക്ക് ഓഫ് അമ്യബിലിറ്റി ആൻഡ് ജനറസ് പേഴ്സണാലിറ്റി. ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ആരെക്കുറിച്ചാണോ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്നത് അയാളുടെ പേര് ഹെഡിങ് ആയി കൊടുക്കുക, അണ്ടർലൈൻ ഇറ്റ്. നല്ലൊരു സെൻറ്റൻസ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഫസ്റ്റ് സെൻറ്റൻസിൽ ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ് ഞാൻ ആദ്യം പറയാം. റിമാർക്കബിൾ മീൻസ് ശ്രേഷ്ഠമായ, പ്രോഡിജി ജീനിയസ്, അഫബിൾ മാന്യമായ, അമിയബിലിറ്റി ഫ്രണ്ട്ലി, ജനറസ് ഉദാരമായ, ഉദാരമനസ്കനായ, ഫ്രണ്ട്ലിയായ, വളരെ മാന്യമായ, ശ്രേഷ്ഠമായ പേഴ്സണാലിറ്റിയുടെ ഉടമയാണ് ക്യാപ്റ്റൻ ജോയിസ്. ആൻസർ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം ഡിഫിക്കൽട്ടായ വേർഡ്സിൻ്റെ മീനിങ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ അയാളുടെ ക്വാളിറ്റീസ്, ആ വേർഡ്സ് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യണം. ബീയിങ് ക്യാപ്റ്റൻ ഓർ ഹെഡ് ഓഫ് ദ എൻറ്റയർ ട്രിപ്പ്, ആ ഒരു ട്രിപ്പിൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഹെഡ് എന്ന നിലയ്ക്ക് ഹി ഹാഡ് അറ്റൈൻഡ് എ ബാരൽ ഓഫ് വിക്ടറി ഓവർ ദ അസെൻറ്റ് ആൻഡ് ഡിസെൻഡിങ് ഓഫ് ലേഹോള. ബാരൽ ഓഫ് വിക്ടറി എന്ന് പറഞ്ഞാൽ വൻ വിജയം എന്ന അർത്ഥത്തിലാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ദ അസെൻറ്റ് ആൻഡ് ഡിസെൻറ്റ്. അസെൻഡിങ് മീൻസ് അതിൻ്റെ ആ ഒരു ടേക്ക് ഓഫ്, ഡിസെൻറ്റ് മീൻസ് ലാൻഡിങ്. ആ രണ്ട് കാര്യത്തിലും വൻ വിജയമാണ് ക്യാപ്റ്റൻ ജോയിസിന് ക്യാപ്റ്റൻ എന്ന നിലയിൽ കിട്ടിയേക്കുന്നത്. ത്രൂ ഔട്ട് ദ ജേർണി ഹി വാസ് കാം ആൻഡ് കണ്ടംഡ്. കണ്ടംഡ് മീൻസ് സാറ്റിസ്ഫൈഡ്, വളരെ സംതൃപ്തനായ മനുഷ്യനായിരുന്നു. കാം ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആ ത്രൂ ഔട്ട് ദ ജേർണി, ആ ജേർണി മുഴുവനും. ബട്ട് ആക്റ്റീവ് അറ്റ് ദ സെയിം ടൈം, അതേസമയം ആക്റ്റീവുമായിരുന്നു. ഹി വാസ് എ ടെൻഡർ സാപ്ലിംഗ് ഓഫ് കംഫർട്ട് ആൻഡ് കോൺഫിഡൻസ് ഫോർ ഹിസ് കംറാഡ്സ് ഓൺ ദ ജേർണി. ടെൻഡർ സാപ്ലിംഗ് മീൻസ് ന്യൂലി ജെർമിനേറ്റഡ് പ്ലാന്റ്, ഇളം തൈ എന്നാണ് അർത്ഥം. ഹി വാസ് എ ടെൻഡർ സാപ്ലിംഗ് ഓഫ് കംഫർട്ട് ആൻഡ് കോൺഫിഡൻസ് ഫോർ ഹിസ് കംറാഡ്സ് ഓൺ ദ ജേർണി. ആ യാത്രയിൽ ആ കംറാഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് തൻ്റെ ആ കോ ട്രാവലേഴ്സിന് അദ്ദേഹം ഒരു കംഫർട്ട്, ആശ്വാസവും കോൺഫിഡൻസ്, ആത്മവിശ്വാസവും നൽകിയിരുന്നു. He successfully bestowed his companions into a world of enjoyment and amusement, withering even single struck of fear about this very strange journey. അദ്ദേഹം തൻ്റെ കമ്പാനിയൻസ് മീൻസ് ഫ്രണ്ട്സ്, അവരെ ഒരു വേൾഡ് ഓഫ് എൻജോയ്മെൻറ്റ്, അതിൻ്റെയും അമ്യൂസ്മെൻറ്റ്, വളരെ രസകരമായൊരു ലോകത്തിലേക്ക് കൊണ്ടെത്തിച്ചു. വിതറിങ് ഈവൻ സിംഗിൾ സ്ട്രക്ക് ഓഫ് ഫിയർ. വിതറിങ് മീൻസ് റിമൂവിങ്, ആ ഒരു ഫിയർ, പേടിയൊക്കെ മാറ്റി. എബൌട്ട് ദിസ് വെരി സ്ട്രേഞ്ച് ജേർണി. നിങ്ങൾക്കറിയാം ഇതൊരു സ്ട്രേഞ്ച് ജേർണിയാണ്, കാരണം എയറിലൂടെ ഒരു എയർ ബലൂണിലുള്ളൊരു ജേർണിയാണ്. പിന്നെ ആ ജേർണിയുടെ ഇടയിൽ, യാത്രക്കിടയിൽ പല കാര്യങ്ങളും സംഭവിച്ചു. അപ്പോൾ അതൊന്നും കൂട്ടുകാരെ അല്ലെങ്കിൽ കോ ട്രാവലേഴ്സ്, തൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരെ അഫക്റ്റ് ചെയ്യാതെ വണ്ണം അദ്ദേഹം വളരെ കാര്യമായി ആ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു. The very attentive mentality of Jovis is inflicted in the beginning of journey itself, as he was vibrantly moving through the last technical functioning of the Lehola. എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുവാനുള്ള ക്യാപ്റ്റൻ ജോയിസിൻ്റെ കഴിവ് ഈ ജേർണിയുടെ ആദ്യം മുതൽ തന്നെ നമുക്ക് കാണാം. ഹി വാസ് വൈബ്രൻ്റ്ലി മൂവിങ് ത്രൂ ദ ലാസ്റ്റ് ടെക്നിക്കൽ ഫങ്ഷനിങ് ഓഫ് ദ ലേഹോള. വൈബ്രൻ്റ്ലി മീൻസ് വെരി ആക്റ്റീവ്ലി. ആ ഒരു ലേഹോളയുടെ ടേക്ക് ഓഫിന് തൊട്ട് മുന്നേ തന്നെ അയാൾ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യുന്നു. It is pretty clear that he is the extreme symbol of tranquility as he handled the situation of storm outbreak out of the consciousness of his companions. Tranquility means peace. It is pretty clear. അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു ഫ്രേസാണ്. ദാറ്റ് മീൻസ് വെരി ക്ലിയർ.
ഹീ ഈസ് ദ എക്സ്ട്രീം സിമ്പിൾ ഓഫ് ട്രാങ്കുലിറ്റി. സമാധാനത്തിൻ്റെ ഒരു എക്സ്ട്രീം സിമ്പിളാണ് ക്യാപ്റ്റൻ ജോയ്സ്. കാരണം ആസ് ഹി ഹാൻഡിൽ ദ സിറ്റുവേഷൻ ഓഫ് സ്റ്റോം ഔട്ട് ബ്രേക്ക് ഔട്ട് ഓഫ് ദ കോൺഷ്യസ്നെസ് ഓഫ് ഹിസ് കമ്പാനിയൻസ്. ആ യാത്രയ്ക്കിടയിൽ ഒരു സ്റ്റോം, ഒരു കൊടുങ്കാറ്റിൻ്റെ ഒരു സൗണ്ടും അതിൻ്റെ ഒരു പ്രതീതിയൊക്കെ ഉണ്ടായെങ്കിലും അതൊന്നും തൻ്റെ കൂടെയുള്ള യാത്രക്കാർ അറിയാത്തവണ്ണം ക്യാപ്റ്റൻ ജോയ്സ് അതിനെ വളരെ കാര്യമായി കൈകാര്യം ചെയ്തു. ഹീ ഈസ് ദ ഫിഗർ ഓഫ് ആബ്സല്യൂട്ട് സൂപ്പർവിഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ആസ് ഹിസ് superiority facilitated the flying aspirants to touch the pinnacle of the sky. അബ്സല്യൂട്ട് സൂപ്പർവിഷനും മാനേജ്മെൻറ്റുമുള്ള ആളായിരുന്നു ക്യാപ്റ്റൻ ജോയ്സ്. അതുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ കമ്പാനിയൻസ് അല്ലെങ്കിൽ ആസ്പിരൻസിനെ ആ പിന്നക്കിൾ ഓഫ് ദ സ്കൈ, ആകാശത്തിൻ്റെ കൊടുമുടിയോളം എത്തിക്കാൻ ആ യാത്രയിലൂടെ കഴിഞ്ഞു. Thus Captain Joyce is surely a role model for all blooming explorers and utmost inspiration for true and hard workers. ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് കൺക്ലൂഡ് ചെയ്യുകയാണ്. Thus Captain Joyce is surely a role model for all blooming explorers. അങ്ങനെ ക്യാപ്റ്റൻ ജോയ്സ് ഷുവർലി, ശരിക്കും ഒരു റോൾ മോഡലാണ് ഫോർ ഓൾ ബ്ലൂമിങ് എക്സ്പ്ലോറേഴ്സ്. ബ്ലൂമിങ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ വിരിഞ്ഞു വരുന്ന എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സ്. എക്സ്പ്ലോറർ പര്യവേഷണം ചെയ്യുന്നവർ. അങ്ങനെ ഒരു അഡ്വഞ്ചറസ് ജേണിയൊക്കെ പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ക്യാപ്റ്റൻ ജോയ്സ് ഒരു ഷുവർ റോൾ മോഡൽ തന്നെയാണ്. ആൻഡ് utmost inspiration for true and hard workers. Truant means true. ശരിക്കും ഹാർഡ് വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ക്യാപ്റ്റൻ ജോയ്സ് ഒരു ഇൻസ്പിറേഷനും കൂടെയാണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നറേഷൻ സാധാരണ രണ്ട് തരത്തിൽ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആൻഡ് തേർഡ് പേഴ്സൺ നറേഷൻ. ഫസ്റ്റ് പേഴ്സൺ നറേഷനിൽ നിങ്ങൾ ആ യാത്രയിലുണ്ടായിരുന്നു, നിങ്ങൾ അതിലൊരാളായി സങ്കല്പിച്ച് അവിടെ നടന്ന കാര്യങ്ങൾ വളരെ വിശദമായി പറയുന്നതാണ് നറേഷൻ. ഫസ്റ്റ് പേഴ്സൺ നറേഷന് എക്സാമ്പിളായി ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഇമാജിൻ ദാറ്റ് യു were one among the travelers during the trip of Lehola. Narrate your experience to the crowd gathered there. You were one among the travelers during the trip of Lehola. ആ ലേഹോളയുടെ ട്രിപ്പിൽ ട്രാവലേഴ്സിൻ്റെ കൂട്ടത്തിൽ ഒരാളായി നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇമാജിൻ ചെയ്യുക. നറേറ്റ് യുവർ എക്സ്പീരിയൻസ് ടു ദ ക്രൗഡ് ഗാദേർഡ് ദയർ. പിന്നെ അവിടെ വന്ന് കൂടിയ ആൾക്കാരോട്, ക്രൗഡിനോട്, ജനക്കൂട്ടത്തിനോട് നിങ്ങളുടെ ആ എക്സ്പീരിയൻസിനെ കുറിച്ച് നറേറ്റ് ചെയ്യുക, വിശദമായി പറയുക. ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ അവരിൽ ഒരാളായി നറേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എഴുതുന്നതെല്ലാം ഞാൻ കണ്ടു, ഞാൻ പോയി, ഞാൻ അത് ചെയ്തു, അങ്ങനെയാണ് പറയുന്നത്. ദാറ്റ്സ് ദ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ. എന്നാൽ തേർഡ് പേഴ്സൺ നറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കൂട്ടത്തിൽ ട്രാവൽ ചെയ്യുന്നില്ല, നിങ്ങൾ മാറി നിന്ന് മറ്റൊരാളായി നോക്കിക്കണ്ട് അവിടെ നടക്കുന്ന സംഭവത്തെ വിശദമായി വിശദീകരിക്കുന്നതാണ് തേർഡ് പേഴ്സൺ നറേഷൻ. അപ്പോൾ അതിൽ സബ്ജക്റ്റിന് ചേഞ്ച് ഉണ്ട്. നമ്മൾ നോക്കി പറയുമ്പോൾ ദാറ്റ്, ദേ വയർ, അങ്ങനെ അവരെക്കുറിച്ച്, അവരങ്ങനെ ചെയ്തു, അങ്ങനെ ആയിരിക്കും ആ നറേഷൻ വരിക. ലുക്ക് അറ്റ് ദ ആൻസർ. ഹായ് എവരിവൺ, ലെൻഡ് മീ യുവർ ഇയേഴ്സ് ടു മൈ ഗ്ലോറിയസ് ട്രിപ്പ് ഇൻ ലേഹോള. ഈ നറേഷൻ ഇത് ഒരു ഇൻഫോർമലായിട്ട്, ഫ്രണ്ട്ലി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഹായ് എവരിവൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആ ഓഡിയൻസിനെ സല്യൂട്ട് ചെയ്ത് നമുക്ക് നറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ലെൻഡ് മീ യുവർ ഇയേഴ്സ് ടു മൈ ഗ്ലോറിയസ് ട്രിപ്പ് ഇൻ ലേഹോള. ലെൻഡ് മീ യുവർ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ ആ ഒരു ചെവി എനിക്കൊന്ന് കടം തരാവോ. അതൊരു ആലങ്കാരികമായി ബ്യൂട്ടിഫുള്ളായിട്ട് പറയുന്നൊരു രീതിയാണ്. ലെൻഡ് മീ യുവർ ഇയേഴ്സ് ടു മൈ ഗ്ലോറിയസ് ട്രിപ്പ് ഇൻ ലേഹോള. ലെറ്റ് മീ നറേറ്റ് ദ ഹെവൻലി എക്സ്പെഡിഷൻ. ആ സ്വർഗീയമായ യാത്രയെക്കുറിച്ച് ഞാനൊന്ന് നറേറ്റ് ചെയ്യട്ടെ, ഞാനൊന്ന് വിശദീകരിക്കട്ടെ. Sharp 5 o'clock, with my overwhelming desires, I set out to the gas works of La Villette. ഷാർപ്പ് 5 o'clock തന്നെ വിത്ത് മൈ ഓവർവെൽമിംഗ് ഡിസയേഴ്സ്, എൻ്റെ അതിയായ ആഗ്രഹത്താൽ ഐ സെറ്റ് ഔട്ട് ടു ദ ഗ്യാസ് വർക്ക്സ് ഓഫ് ലാ വില്ലറ്റ്. സെറ്റ് ഔട്ട് മീൻസ് സ്റ്റാർട്ട് എ ജേണി. ഞാൻ യാത്ര തിരിച്ചു. ആ എയർ ബലൂണിൽ ഗ്യാസ് നിറയ്ക്കുന്ന ആ ഗ്യാസ് വർക്ക്സ് നടക്കുന്ന പ്ലേസിൻ്റെ പേരാണ് ലാ വില്ലറ്റ്. അവിടേക്ക് ഞാൻ യാത്ര തിരിച്ചു.
Crowds gathered as a thick, bushy bamboo, revealing their anxiety and excitement of the dreamy reality. As a thick, bushy bamboo, വളരെ തിക്കായിട്ട് ബാംബൂ പ്ലാന്റ്സ്, മുളകളുടെ ചെടികൾ അങ്ങനെ കൂട്ടത്തിൽ മുളക്കൂട്ടങ്ങൾ നിൽക്കുന്നത് പോലെ ക്രൗഡ്സ് ഗാതേർഡ്, അവിടെ ജനക്കൂട്ടം വന്നുകൂടി. റിവീലിംഗ് ദെയർ ആങ്സൈറ്റി ആൻഡ് എക്സൈറ്റ്മെൻറ്റ്, അവരുടെ ആങ്സൈറ്റി, ആകാംക്ഷയും ആ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം വെളിവാക്കുന്നതായിരുന്നു ആ കൂട്ടം. ഓഫ് ദ ഡ്രീമി റിയാലിറ്റി, അവരുടെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതായിരുന്നു. Our inanimate paradise, protruding out its proud name through a mahogany plate, was waiting for its charm and chill take-off. Our inanimate paradise, ആ ഒരു ഇനാനിമേറ്റ് ആയ പേഴ്സൺ അല്ലാത്ത ആ ഒരു പാരഡൈസ്, സ്വർഗം, ദറ്റ് വാസ് പ്രൊട്രൂഡിങ് ഔട്ട് ഇറ്റ്സ് പ്രൗഡ് നെയിം ത്രൂ എ മഹാഗണി പ്ലേറ്റ്, ഒരു മഹാഗണി പ്ലേറ്റിൽ അതിൻ്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു, ലേഹോള. ദറ്റ് വാസ് പ്രൊട്രൂഡിങ് മീൻസ് പ്രൊജക്റ്റിംഗ്, ആ പേരെങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്സ് ചാം ആൻഡ് ചിൽ ടേക്ക് ഓഫ്, ആ ഒരു എയർ ബലൂണിൻ്റെ ടേക്ക് ഓഫിന് വേണ്ടി ആ ഒരു ചാം ആൻഡ് ചിൽ അതിനെ വിശേഷിപ്പിച്ച് പറഞ്ഞേക്കാണ്, ആ ടേക്ക് ഓഫിന് വിശേഷിപ്പിച്ച് പറഞ്ഞേക്കാണ്. അതിനു വേണ്ടി ആ ഒരു ലേഹോള ദാറ്റ് വാസ് വെയിറ്റ് ചെയ്യുകയായിരുന്നു. ദെൻ ദ ബാസ്ക്കറ്റ് വാസ് അറ്റാച്ച്ഡ് ടു ആ ഗോൾഡൻ പിയർ, barometers were cautiously kept in, trumpets, eatables and many more were filled in hurry. ഞാനവിടെ 5 o'clock അവിടെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ആ ബാസ്ക്കറ്റ് എയർ ബലൂണിനോട് അറ്റാച്ച് ചെയ്തു. ആ ഒരു ഗോൾഡൻ പിയർ എന്ന് അവിടെ വിശേഷിപ്പിച്ചേക്കുന്നത് ആ എയർ ബലൂണിനെയാണ്. ബാരോമീറ്റേഴ്സ് വെയർ കോഷ്യസ്ലി കെപ്റ്റ് ഇൻ, കോഷ്യസ്ലി മീൻസ് വെരി കെയർഫുള്ളി, ബാരോമീറ്റേഴ്സ് എല്ലാം സൂക്ഷിച്ച് അതിനകത്ത് വെച്ചു. ട്രംപറ്റ്സ്, ഈറ്റബിൾസ് ആൻഡ് മെനി മോർ വെയർ ഫിൽഡ് ഇൻ ഹറി, വളരെ ഹറിയായിട്ട്, ഹേസ്റ്റി ആയിട്ട്, സ്പീഡായിട്ട് ആ ബാസ്ക്കറ്റിലേക്ക് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് വെച്ചു. Lieutenant Mallet jumped initially with profound enthusiasm. ആദ്യം അതിലേക്ക് ഫസ്റ്റായിട്ട് ആ ബാസ്ക്കറ്റിലേക്ക് കയറിയത് ലെഫ്റ്റനൻറ്റ് മാലറ്റ് ആയിരുന്നു. വിത്ത് പ്രൊഫൗണ്ട് എന്തൂസിയാസം, വളരെ എന്തൂസിയാസം, ആകാംക്ഷയോട്, ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് അദ്ദേഹം അതിലേക്ക് കയറിയത്. ദെൻ Monsieur Etienne Bayard, followed by Monsieur Paul Besant and Monsieur Patrice Iris, Captain Jovis and Guy de Maupassant. പിന്നെ മറ്റോരോരുത്തരായി ആ ബാസ്ക്കറ്റിലേക്ക് കയറി. ഒരു പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ആ ബാസ്ക്കറ്റിൽ യാത്ര ചെയ്ത ട്രാവലേഴ്സിൻ്റെ പേര് പറയൂ എന്ന്. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി എഴുതാൻ പറ്റും. ലെഫ്റ്റനൻറ്റ് മാലറ്റ്, മോൺഷ്യ എറ്ററേൻ ബയർ, മോൺഷ്യ പോൾ ബെസൻറ്റ്, മോൺഷ്യ പാട്രിസ് ഐറിസ്, ദെൻ ക്യാപ്റ്റൻ ജോയ്സ്. മോൺഷ്യ മീൻസ് മിസ്റ്റർ, അതൊരു ഫ്രഞ്ച് വേർഡാണ്. ദാറ്റ് മീൻസ് ഇൻ ഇംഗ്ലീഷ് മിസ്റ്റർ. At last, with passionate conceit, I put forward my foot for the journey. അവസാനം വളരെ അതിയായ അമിതമായ ആഗ്രഹത്താൽ ഐ പുട്ട് ഫോർവേഡ് മൈ ഫുട്ട് ഫോർ ദ ജേർണി, ഞാൻ ആ യാത്രയ്ക്കായിട്ട് എൻ്റെ കാലം മുന്നോട്ട് വെച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ്. നറേഷൻ എഴുതേണ്ടത് പാരഗ്രാഫ് ഡിവൈഡ് ചെയ്താണ്. കുഞ്ഞു പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ എഴുതണം, ഒറ്റ പാരഗ്രാഫായിട്ട് എഴുതരുത്. ഓരോ ഐഡിയാസ് ഓരോ പാരഗ്രാഫിൽ എഴുതാൻ ശ്രമിക്കുക. Our Lehola acquired its liberty from the untie of rope with which it was bounded. ലേഹോള അത് പറന്നു പോകാതെ അതിനെ ഒരു കയറുകൊണ്ട് ബൗണ്ട് ചെയ്തിരുന്നു, കെട്ടിയിരുന്നു. അതൊന്ന് അൺടൈ ചെയ്തു, കെട്ടഴിച്ചു വിട്ടു. ആൻഡ് നൗ ലേഹോള അക്വയർഡ് ഇറ്റ്സ് ലിബർട്ടി, ലേഹോളയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി. We were deeply taken by the mysteries and miracles of the flight. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഫ്ലൈറ്റ്, ആ ഒരു പറക്കലിൻ്റെ മിസ്റ്ററീസ്, നിഗൂഢതയിലേക്കും മിറക്കിൾസ്, ആ ഒരു അത്ഭുതങ്ങളിലേക്കും ഞങ്ങളങ്ങനെ എടുക്കപ്പെട്ടു. Paris spread out beneath us as a glazing carpet scattered with a dark bluish patch cut by streets from which domes, towers, steeples, the country traversed by long roads and woods almost black. ഇത് ടെക്സ്റ്റിലെ സെയിം സെൻറ്റൻസ് ആണ്. അപ്പോൾ ടെക്സ്റ്റിലെ സെയിം സെൻറ്റൻസ് എഴുതുമ്പോൾ വാല്യൂ ചെയ്യുന്ന ടീച്ചറിന് ആ കുട്ടിയെക്കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ കിട്ടും. കാരണം കുട്ടി ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ട് എന്ന് ടീച്ചറിന് ബോധ്യമാകും. അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പാരീസ് സ്പ്രെഡ് ഔട്ട് ബിനീത്ത് us ആസ് എ ഗ്ലേസിങ് കാർപ്പറ്റ്. മേളിലൂടെ ആ ഒരു എയർ ബലൂൺ അങ്ങനെ യാത്ര ചെയ്തപ്പോൾ
അതിന് താഴെ ബിനീത്തായിട്ട് പാരീസ് സ്പ്രെഡായി കിടക്കുകയാണ് വിത്ത് ആസ് എ ഗ്ലേസിങ് കാർപ്പറ്റ്. ആസ് മീൻസ് ലൈക്ക് എ ഗ്ലേസിങ് കാർപ്പറ്റ് സ്കാറ്റേർഡ് വിത്ത് എ ഡാർക്ക് ബ്ലൂയിഷ് പാച്ച്. ഒരു കാർപ്പറ്റ് പോലെ ദാറ്റ് ഈസ് ഗ്ലേസിങ്, തിളങ്ങുകയായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് സ്കാറ്റേർഡ് വിത്ത് എ ഡാർക്ക് ബ്ലൂയിഷ് പാച്ച്. ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഒരു പാച്ച് മീൻസ് ക്ലോത്ത്, ഒരു തുണി വിരിച്ച് അതിങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത് പോലെ മേളിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ പാരീസിന് അങ്ങനെ തോന്നി. ആ ഒരു ഏറിയൽ ട്രിപ്പ്, ആകാശയാത്രയിൽ താഴെ പാരീസ് എങ്ങനെ കാണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ദാറ്റ് ഈസ് കട്ട് ബൈ സ്ട്രീറ്റ്സ്, കാരണം അതിങ്ങനെ കട്ട് ചെയ്ത് തിരിച്ചിട്ടുണ്ട്. ഫ്രം വിച്ച് ഡൂംസ്, ടവേഴ്സ്, സ്റ്റീപ്പിൾസ്, ദ കൺട്രി, അതൊക്കെ നമുക്ക് കാണാം. ട്രാവേഴ്സ്ഡ് ബൈ ലോങ് റോഡ്സ്. ട്രാവേഴ്സ് മീൻസ് കട്ട് അക്രോസ്, റോഡുകൾ അങ്ങനെ തിരിഞ്ഞു പോകുന്നു. ആൻഡ് വുഡ്സ് ഓൾമോസ്റ്റ് ബ്ലാക്ക്. വുഡ്സ് മീൻസ് സ്മോൾ ഫോറസ്റ്റ് എല്ലാം ഓൾമോസ്റ്റ് ബ്ലാക്ക് കളറിൽ നമുക്ക് കാണാൻ പറ്റി. The view was superb. It was dark on the earth. The dogs scented the balloon and they were baying at the moon. ആ ഒരു വ്യൂ സൂപ്പർബായിരുന്നു. ഇറ്റ് വാസ് ഡാർക്ക് ഓൺ ദ എർത്ത്. ഇവർ ഈവനിങ്ങിലാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ അത് ഡാർക്കായി, രാത്രിയായി. ദ ഡോഗ് സെൻഡഡ് ദ ബലൂൺ. ഇവരുടെ ആ ഒരു യാത്ര, ഈ ഒരു എയർ ബലൂൺ ഇങ്ങനെ പോകുന്നത് ഡോഗ്സ് സെൻഡഡ്, ഡോഗ്സ് മണത്തറിഞ്ഞു. ആൻഡ് ദേ വെയർ ബേയിങ് അറ്റ് ദ മൂൺ. ബേയിങ് മീൻസ് ബാക്കിങ്. കണ്ടിട്ടില്ലേ ചില രാത്രികളിൽ പട്ടികൾ ആകാശത്ത് നോക്കി ഇങ്ങനെ അത് കുരയ്ക്കും. കാരണം അവിടെ മൂണിൻ്റെ, ചന്ദ്രൻ്റെ ആ ഒരു നിലാവ് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം പ്രതിബിംബിക്കുന്നതായിട്ട് അതിലൊരു ഷാഡോ കണ്ടിട്ടായിരിക്കും എന്തെങ്കിലും നിൽക്കുന്നു എന്ന് വിചാരിച്ച് ഡോഗ്സ് ബാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു എയർ ബലൂൺ പോകുന്നത് കണ്ട് dogs scented the balloon and they were baying at the moon. Baying means barking. All the bees were scared before the aerial monster. Bees എന്ന് പറഞ്ഞാൽ ജന്തുക്കൾ. എല്ലാ ജന്തുക്കളും സ്കയേർഡായി, പേടിച്ചു പോയി. ബിഫോർ ദ ഏറിയൽ മോൺസ്റ്റർ, ആ ആകാശത്തിലൂടെ പോകുന്ന ഭീകരജീവി. സോ വിച്ച് ഈസ് ദ ഏറിയൽ മോൺസ്റ്റർ ഹിയർ? ദാറ്റ് ഈസ് ദ ലേഹോള. ആ ഹോട്ട് എയർ ബലൂണിനാണ് ഇവിടെ ഏറിയൽ മോൺസ്റ്റർ എന്ന് പറയുന്നത്. രാത്രി ആ ബീസ്, ഡോഗ്സ് എല്ലാം നോക്കിയപ്പോൾ അത് അവർക്കൊരു ഭീകരജീവിയായി, ഏറിയൽ മോൺസ്റ്ററായിട്ട് തോന്നി. The delicious odors of the soil, the smell of hay, of flowers, of the moist, verdant earth were perfuming the earth. അവരുടെ യാത്രയിൽ അവർക്ക് സ്മെൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ദ ഡെലീഷ്യസ് ഓർഡേഴ്സ് ഓഫ് ദ സോയിൽ, മണ്ണിൻ്റെ ആ ഒരു ഓർഡർ മീൻസ് മണം, സ്മെൽ. ദ സ്മെൽ ഓഫ് ഹേ, വൈക്കോലിൻ്റെ മണം. ഓഫ് ഫ്ലവേഴ്സ്, ഓഫ് ദ മോയിസ്റ്റ്, മഞ്ഞിൻ്റെ മണം. ആൻഡ് ദ വേർഡൻറ്റ് എർത്ത്. വേർഡൻറ്റ് മീൻസ് ഗ്രീൻ എർത്ത്. അപ്പോൾ ഈ സ്മെല്ലിനെ കുറിച്ച് പറയുന്ന ഇമേജറിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഓൾഫാക്ടറി ഇമേജ്. ഓക്കെ, അത് മറന്നു പോകരുത്. സോ വിച്ച് ഈസ് ദ ഇമേജറി യൂസ്ഡ് ഹിയർ? Olfactory. Olfactory means that is related with smell. Nothing was more amusing than the maneuvering of the balloon. Maneuvering means movement. ഇവിടെ പറയുന്ന ആ ഒരു മനോവറിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു എയർ ബലൂണിൻ്റെ മൂവ്മെൻ്റ് ആണ്. നത്തിങ് വാസ് മോർ അമ്യൂസിങ്, മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ മനോവറിങ് ഓഫ് ദ ബലൂൺ. ഇതിനേക്കാളും വലിയൊരു കാഴ്ചയില്ലായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ആൻ എനോമസ് ടോയ്, free and docile, which we could not control. ആ ഒരു എയർ ബലൂൺ, ഇറ്റ് വാസ് ലൈക്ക് ആൻ എനോമസ് ടോയ്. എനോമസ് മീൻസ് വെരി ഹ്യൂജ്, ഭയങ്കരമായൊരു ടോയ്, കളിപ്പാട്ടം പോലെയായിരുന്നു. ദാറ്റ് വാസ് ഫ്രീ ആൻഡ് ഡോസൈൽ മീൻസ് അതിങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാതെ പോവുകയായിരുന്നു. വിച്ച് വി കുഡ് നോട്ട് കൺട്രോൾ, നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് എയർ ബലൂൺ, അല്ലേ? എയർ ബലൂൺ ആയതുകൊണ്ട് അത് പിന്നെ അത് എയർ നിറച്ച് അങ്ങനെ ആകാശത്തിലൂടെ പോവും. പിന്നെ അതിൽ കാറ്റിൻ്റെ ആ ഒരു ദിശ അനുസരിച്ച് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. Next paragraph. A tremendous storm arose which could have destroyed our small Lehola paradise. നമ്മുടെ യാത്രയിൽ ഒരു ഭയങ്കരമായ കൊടുങ്കാറ്റുണ്ടായി. അത് നമ്മുടെ ലേഹോളയാകുന്ന ആ ഒരു പാരഡൈസ്, സ്വർഗത്തിനെ അത് തകർക്കാമായിരുന്നു. But the hands of our efficient captain and his timely intervention kept the passengers safe from all atrocities. നമ്മുടെ എഫിഷ്യൻറ്റ് ക്യാപ്റ്റനായ ക്യാപ്റ്റൻ ജോയ്സിൻ്റെ കരങ്ങളാലും അതുപോലെ ഹിസ് ടൈംലി ഇൻ്റർവെൻഷൻ, സമയോചിതമായ ഇടപെടൽ കാരണം, ഹി കെപ്റ്റ് ദ പാസഞ്ചേഴ്സ് സേഫ് ഫ്രം ഓൾ ആട്രോസിറ്റീസ്.
എല്ലാ അതിക്രമങ്ങളിൽ നിന്നും ഡേഞ്ചേഴ്സിൽ നിന്നും പാസഞ്ചേഴ്സിനെ സേഫായിട്ട് സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഒരു മെറിറ്റാണ്. Our aerial flight ended in a vast ground of Belgium after fighting with a trickle of cacophonies. കൊക്കോഫോണീസ് എന്ന് പറഞ്ഞാൽ അപസ്വരങ്ങൾ, കോലാഹലങ്ങൾ, പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ഒരു ലാസ്റ്റ് എൻഡിങ്ങിൽ, അതിൻ്റെ ഒരു ലാൻഡിങ് ടൈമിൽ എയർ ബലൂൺ താഴോട്ട് വരുന്നു, പോകുന്നു, പിന്നെ അത് എവിടെ ലാൻഡ് ചെയ്യണമെന്ന് അറിയാതെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ ഒടുവിലായിട്ട് നമ്മുടെ എയറിയൽ ഫ്ലൈറ്റ് ബെൽജിയം ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്തു. ആഫ്റ്റർ ഫൈറ്റിംഗ് വിത്ത് എ പ്രിക്കിൾ ഓഫ് കോക്കോഫോണീസ്, അല്ലേ, ധാരാളം ആ ഒരു കോലാഹലങ്ങൾ അല്ലെങ്കിൽ അപസ്വരങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുകളുമായെല്ലാം ഏറ്റുമുട്ടിയിട്ട് അവസാനം അത് ലാൻഡ് ചെയ്തു. The hospitable Belgian peasants treated us so majestically. ആ ബെൽജിയത്തെ പെസൻസ്, ഫാമേഴ്സ്, they treated us so majestically. വളരെ മജസ്റ്റിക് ആയിട്ട് അവർ നമ്മളെ ട്രീറ്റ് ചെയ്തു. അവർ ഹോസ്പിറ്റബിൾ ആയിരുന്നു. ആരാ? ശുശ്രൂഷ മനോഭാവമുള്ള ആൾക്കാരായിരുന്നു ആ ബെൽജിയം പെസൻസ്. ദ ഹോസ്പിറ്റബിൾ ബെൽജിയം പെസൻസ് ട്രീറ്റഡ് us so majestically. Last concluding paragraph. The jocundity that my journey showered over me made my heart pretty sure that dreams really possess enormous, long, fruitful wings. Jocundity means joyfulness, അതിയായ സന്തോഷം. The jocundity that my journey showered over me made my heart pretty sure that, ആ ഒരു സന്തോഷം എനിക്ക് നൽകിയ ആ ഒരു ഉറപ്പെന്ന് പറഞ്ഞാൽ, ഡ്രീംസ് റിയലി പൊസസ് എനോമസ് ലോങ് ഫ്രൂട്ട്ഫുൾ വിങ്സ്. ഡ്രീംസ്, സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് എനോമസ് ആണ്, ഹ്യൂജ്, വലുതാണ്, ലോങ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് ഫ്രൂട്ട്ഫുൾ വിങ്സ്. അത് എപ്പോഴും നമുക്ക് അതിന് ഫ്രൂട്ട്ഫുൾ വിങ്സാണ്, അതെപ്പോഴും നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഐ ആം സ്റ്റിൽ ഫ്ലൈയിങ് ഓവർ ദ റിയാലിറ്റി ഓഫ് ഇമാജിനേഷൻസ്. ഞാൻ ഇപ്പോഴും ആ ഒരു ഇമാജിനേഷനിലെ യാഥാർത്ഥ്യത്തിലൂടെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. Thus, my great dream of flight became an unforgettable milestone in my life. അങ്ങനെ ആ ഒരു പറക്കലെന്നുള്ള ആ ഒരു സ്വപ്നം ഒരിക്കലും മറക്കാനാകാത്ത ആ ഒരു നാഴികക്കല്ല് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. This excellent answer is prepared by my cute student Adra S. Krishna, +1A, Government HSS Balaramapuram. Hats off to you, Adra.